Assalamualaikum, welcome back to Vibes. അതുട്ട് എവിടെയാടാ പൊന്നാ? വാ. ഓർക്കത്തിലാണ്. കാരണം ഞങ്ങൾ രാവിലെ ഒരു 7 മണി 8 മണിക്കാട്ടപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ദബാമിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ, എന്നിട്ട് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ഞങ്ങൾ പോണത് അങ്ങനെ ഇവനെ ഇന്ന് സൂചി കുത്താൻ വേണ്ടി പോവാണ്. അതീമോനെ എത്ര മാസത്തെ അടി? 6 മാസത്തിന്റെ ഇഞ്ചക്ഷൻ ഞങ്ങൾ ചെയ്തിട്ടില്ല, വാക്സിൻ ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ ആ സമയം നാട്ടിലായിരുന്നു. നാട്ടിലും സംഭവം ഉണ്ട്, പക്ഷെ ഞങ്ങൾ നാട്ടിൽ പിന്നെ ട്രിപ്പിലും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ചെയ്തില്ല അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യാന്ന് കരുതി. ഇവിടെ വന്നിട്ട് പിന്നെ കാരണം ഇത് ഓൺലൈനിൽ വേണം അപ്പോയിൻമെന്റ് എടുക്കാൻ. അപ്പൊ ഞങ്ങൾ വന്നിട്ട് അങ്ങനെ കുറച്ച് ദിവസം തിരക്കിലും കാര്യങ്ങളായിട്ട് അങ്ങനെ മറന്നു. പിന്നെ ഏതായാലും ഇനി ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാന്ന് കരുതി ഇന്നിപ്പോൾ അതിന് പോവാണ് കേട്ടോ. ചിരിച്ചും കളിച്ചും പോവാണ്, കാവടിയൊക്കെ എടുത്തിട്ട്. എന്നിട്ട് പോരുമ്പോൾ വിളിച്ചിട്ടാ പോരുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പനിക്കൂലടി. ഇവിടെ 2 മിനിറ്റ് ഉള്ളു. ഞങ്ങളിപ്പോൾ ലൊക്കേഷൻ ഓണാക്കിയായി പോകണം കേട്ടോ. നമ്മളെ ഓൺലൈൻ അപ്പോയിൻമെന്റ് നമ്മൾ അപ്ഷീറിൽ സിയാത്ത് എന്ന ആപ്ലിക്കേഷനിൽ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് വാക്സിൻ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ 6 മാസത്തിലടി, 6 മാസത്തെ വാക്സിൻ കേട്ടോ. ഇനി ഏതായാലും അവിടെ എത്തിയിട്ട് ഇപ്പോൾ ഇതാണ് നമ്മളെ സെൻറ്റർ. നമ്മൾ ഓൺലൈനിൽ നമുക്ക് ഓരോ സെൻറ്റർ കിട്ടും. ദമാമിൽ തന്നെ ഒരുപാട് സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള സെൻറ്ററാണിത്. അത്തീർ, പിന്നെ കലീജ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് സെൻറ്റർ. ഗവൺമെൻറ് സ്ഥാപനം കേട്ടോ. ഇവിടെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ 3/4 കാര്യങ്ങളും ഇട്ട് പോകാൻ പാടില്ല. ബാക്കി എല്ലായിടത്തും കുഴപ്പമില്ല. ഈ ചിരിച്ചു പോണോ ഇങ്ങോട്ട് എങ്ങനെ അടി വരിക? കഴിഞ്ഞ പ്രാവശ്യം പെരുങ്കരച്ചിലേ. ഇനി പ്രാവശ്യം എന്തായാലും ഒന്നുകൂടി ഓർമ്മയും കൂടി വെച്ചിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ഓൻ എന്താ സംഭവിച്ചെന്ന് ഓനക്കറിയില്ല. പ്രാവശ്യം ഇനി വേദനിച്ചപ്പോൾ മനസ്സിലാവുമല്ലോ. അടി നല്ല സങ്കടത്തിലടി നടക്ക് കുഞ്ഞാ. പപ്പയല്ല കേട്ടോ, പപ്പ ഒന്നും കാട്ടിയിട്ടില്ല. ഷെബു ആണേ, പപ്പ ഒന്നും കാട്ടിയിട്ടില്ലേ. തേങ്ങലടിഞ്ഞ് ഈ സങ്കടമൊക്കെ ആരോടാ തീർക്കടി? കഴിഞ്ഞില്ലേ? ഞാനടി സങ്കടം ഉണ്ടാവും. കാരണം അന്ന് കൊണ്ടേ കുത്തിയപ്പോ പുതിയാട് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടോ. ആള് നല്ല സങ്കടത്തിലാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കുത്തിയപ്പോ ഒന്നും ഓർമ്മയില്ല, അതായത് എന്താണോ എനിക്ക് സംഭവിക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ വേദനയുണ്ട്, സങ്കടമുണ്ട്. കാരണം ആൾക്കാരൊക്കെ മനസ്സിലായില്ല. ഇപ്പൊ ഇനി ഷെബുവിനൊക്കെ ഒന്ന് കറക്റ്റ് മനസ്സിലാവും, ഞങ്ങളെ സൗണ്ട് വരെ. അപ്പൊ ഞങ്ങൾ ഓനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്തായി വേദനിപ്പിച്ചിക്കണമെന്നില്ലേ നോട്ടം നോക്കണേ. സൂചി അടിച്ച് കഴിഞ്ഞപ്പോ ഷെബുവിന്റെ മുഖത്ത് കയറി നോട്ടം നോക്കിയില്ലേ ഷെബു? എന്തിട്ടാടി ഞാൻ കാട്ടണമെന്നില്ലേ ഒരു നോട്ടം. എന്നാലും അത് കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് ഇനി എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടടി ഇനി എന്താ പരിപാടി? നമുക്ക് ഉച്ചക്ക് പുറത്ത് പോയാലോ? ഉച്ചക്ക് ഏതെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ പുറത്ത്. കാരണം ഇന്ന് ഇവന് ഇതില്ലല്ലോ, പനിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സൂചി തീർത്തി ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്തായാലും എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടാകുക. വരുമ്പോ ഏതായാലും കുളിച്ച് റെഡി ആവും കേട്ടോ. എന്നിട്ട് പുറത്ത് പോവാം. അപ്പൊ ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ അതാ ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് എനിക്ക് കുറച്ച് ജോലി കാര്യങ്ങളും അതിനൊക്കെ തീർത്ത് ഇപ്പൊ അങ്ങനെ സമയം 1 മണിയായിട്ടോ. നമ്മള് എവിടെ പോകണം വെച്ചപ്പോ പുറത്ത് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ ഈ വ്ളോഗ് എടുക്കണത് ഇന്ന് ഫെബ്രുവരി 14 അപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് വെച്ചപ്പോൾ അല്ലേ, സ്നേഹദിനാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമുക്ക് സ്നേഹദിനല്ലേ ചെപ്പോൾ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും സ്നേഹദിനാണ്. പക്ഷെ നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത് എന്തായാലും ഫെബ്രുവരി 14 എന്തായാലും ഇപ്പുറത്തൊന്നല്ല. എന്താ ഈ വ്ളോഗ് ഇടടി? എന്തായാലും പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാൻ പോകുന്നവർക്കും പ്രേമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നമ്മളെ വക എല്ലാ ദിന ആശംസകളും ചെപ്പോൾ. അപ്പൊ നമ്മൾ ഇനി ഏതായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട്. കാരണം ഞങ്ങൾ ഇന്നൊരു വീക്കെൻഡ് അല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവനൊക്കെ ഒന്ന് പുറത്ത് പോയി സൂചിയൊക്കെ അടിച്ച് വന്നാലേ. അപ്പൊ ഇന്ന് കരുതി ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് കരുതി. എവിടേക്കാന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിന്റെ ഡിസ്കഷനിലാണ്. എവിടേക്ക് പോകണം, മലയാളി ഹോട്ടൽസ് പോകണോ അതോ നമ്മളെ മന്തി കഴിക്കാൻ പോകണോ? നാട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ മുന്തിയ മന്തിയല്ലേ ചെപ്പോ. നമ്മളെ മിയമിയയിൽ പോയിട്ട് മന്തിന്റെ തിരക്കേനി. അപ്പൊ ഞങ്ങള് ഇവിടെ 2-3 ഹോട്ടലുണ്ട്. ഹോളിഡേയ്സ് ഉണ്ട്, അതേമാതിരി എന്താ കാർത്തിക് റെസ്റ്റോറൻറ്റ്. എന്താടി റെസ്റ്റോറൻറ്റ്? കാർത്തിക. വേറെ റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ട് മലയാളീസിന്റെ. അപ്പൊ ഞങ്ങള് റൊമാൻസിയയിൽ പോയി കഴിഞ്ഞാൽ നല്ല മട്ടൻ മന്തിയോ ചിക്കൻ മന്തിയോ കിട്ടും. അപ്പൊ അത് കഴിക്കാന്നൊക്കെ കരുതിയത്. കാരണം ഞങ്ങൾ കുറേ ദിവസമായി മന്തി കഴിച്ചിട്ടില്ല ചോ. അതാണ് ഇപ്പൊ നമ്മളെ പ്ലാന്. നമ്മൾ റൊമാൻസിക്കാണ് ഇപ്പൊ ലൊക്കേഷൻ ഇട്ട് പോയോണ്ടിരിക്കുന്നത്. അതിൽ ഇനി ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് കേട്ടോ.
ആ റോഡിൻ്റെ നേരെ അവിടെ ബ്ലൂ ബോർഡ് ഉണ്ടോ, അതാണ് ബി ലെബൺ കേട്ടോ. നമ്മൾ അവിടെ വന്നിട്ടാണ് ഇപ്പോൾ ബി ലെബണൊക്കെ കഴിച്ച് പോയിരുന്നത്. നമ്മൾ വ്ളോഗ് ഇട്ടിരുന്നില്ലേ, ഇതതിൻ്റെ നേരെ മുന്നിൽ റൊമാൻസിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. റൊമാൻസിയ നല്ല അടിപൊളി മന്തി കിട്ടൂല ജബോ, ഇൻഷാ അല്ലാ നടക്ക്. സുട്ടേ ബുക്ക് ചെയ്യണ്ടപ്പാ, ഇവിടെ വലിയ തിരക്കില്ല അല്ലേ. അപ്പോൾ അത് നമ്മളെ ഫുഡ് ഓർഡറിങ് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇവിടെ കണ്ടങ്ങൾ ഇതേമാതിരി മജ്ലിസാണ് ഓരോരുത്തർക്ക് കിട്ടുക. ഇവിടെ ടേബിൾ വേണമെങ്കിൽ ടേബിൾ ഉണ്ട്. നമ്മൾ ഇതാക്കണ 141 പറഞ്ഞിട്ട് മജ്ലിസ് എടുത്തേക്കാണ്. അപ്പോൾ സുഖമാണ്, കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ കിടക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കാം. സെറ്റ് അടിപൊളി. അതൊന്ന് കൊയിഞ്ഞോളൂ കേട്ടോ. ഇത് അടിപൊളിയാണല്ലേ. നാട്ടിലും ഇങ്ങനെ സിസ്റ്റമാണല്ലേ ശുഭു ഹോട്ടലുകളൊക്കെ. നെഹദിയിലുണ്ട്, പക്ഷേ നമ്മൾ തൃശ്ശൂർ നെഹദിയിൽ സിംഗിൾ ഒറ്റ ഒന്നുള്ളൂ കണ്ടല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഒരുപാട് കണ്ടോ. ഇവിടെ ഒക്കെ അങ്ങനെയാണ്, ഓരോരുത്തർ പുറത്ത് അവിടെ ഇരിക്കുന്നുണ്ടോ. ഇനി ടേബിൾ വേണമെങ്കിൽ ടേബിളും ഉണ്ട്, ടേബിൾ വേണമെങ്കിൽ അപ്പുറത്ത് ടേബിളും ഉണ്ട്. പക്ഷെ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാണ് സുഖം അല്ലേ. പക്ഷെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ കഴിയണം. അതിലിപ്പോൾ ഓർഡർ ചെയ്ത് ഇപ്പോൾ വരും. അപ്പോൾ അതാ നമ്മളെ ഫുഡ് വന്നിട്ടോ. യെസ്, ഇത് നൂഡിൽസ്, ഇത് മട്ടന്, ഇത് ചിക്കൻ മന്തി നുസും മട്ടൻ മന്തി ഞങ്ങൾ വാങ്ങിക്കണത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സോസും കാര്യങ്ങളും, കച്ചപ്പ് സോസ് കാര്യങ്ങളുണ്ട്. മട്ടന് കാണുന്നവർ ക്വാണ്ടിറ്റി അമ്മയല്ലേ ഉണ്ടല്ലേ നമുക്ക്. ഒരാൾക്ക് കഴിക്കാനൊക്കെ ഉണ്ട്, ഒരാൾക്കല്ല അത്യാവശ്യം കഴിക്കാനുണ്ട്. പിന്നെ ചിക്കനും നമുക്ക് ധാരാളം അല്ലേ. ഇനി പൊട്ടിച്ച തട്ടില്ലടി, തട്ടട്ടെ. യെസ്, പിന്നെ ചിക്കനും പൊട്ടിച്ചേരപ്പാ പൊട്ടിച്ചേരാം. പിന്നെ സ്പൂൺ കാര്യങ്ങൾ നമ്മൾ കൈ കൊണ്ടല്ലേ കഴിച്ചോളൂ. അടിപൊളി കേട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ഇല്ലടി. പപ്പൻ്റെ പൊന്നും കഴിച്ചോട്ടോ. ഇന്ന് സൂചി കുത്തീൻ്റെ ട്രീറ്റ് ആണ്. ഓക്കെ, പപ്പൻ്റെ പൊന്നും കഴിച്ച. ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുനാഫ ഇതെന്താടി ഒഴിക്കണത്? ഇത് ഷുഗർ സിറപ്പ് മതിയടി. ഒരുത്ത നോക്കി നിൽക്കുകയാണ്. മറ്റോ കടന്നുറങ്ങിയിട്ട് അവിടെ അവനൊന്ന് സൂചി കുത്തിയ ക്ഷീണം നല്ലോണം ഉണ്ട്. ആരൊക്കെ എത്ര ആൾക്കാരുണ്ട്? കുനാഫ ലവേഴ്സ് കമന്റ് ചെയ്യൂല ഷെബോ? കുനാഫ ലവേഴ്സ് ഇതിന്റെ ചോക്ലേറ്റ് ആണ് ഷെബുവിന് ഇഷ്ടം അല്ലേ? എനിക്കറിയില്ല, എനിക്ക് കുനാഫിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? പിസ്ത ഇജ് ചോക്ലേറ്റ് അല്ല വാങ്ങല്, ഷെബു ചോക്ലേറ്റിന് കുനാഫയായിട്ട് വാങ്ങല്. ഇത് പിസ്തയാണ്. ഞാൻ അങ്ങനെ ഒന്നുമില്ല, എനിക്ക് വേണ്ട, മധുരല്ല അല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടോ. അതിമോൻ ഉറങ്ങി കഴിഞ്ഞ് ഓൻ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇപ്പം 3 മണിയായി. ഇനി എന്താ ഷെബു പരിപാടി? നേരെ വീട്ടിക്കല്ലേ. ബി ലെബണിലൊന്നും ആരും ഇല്ലല്ലേടി, ആരും ഇല്ല കേട്ടോ. ഇപ്പം 3 മണി സമയം. അപ്പോൾ ബി ലെബണിക്കൊക്കെ വരുന്നവരൊക്കെ ഈ സമയം വന്നോളിയും. കാരണം ഈവനിങ്ങിൽ രാത്രിയൊന്നും അങ്ങോട്ട് നോക്കണ്ടല്ലോ ഷെബു, ഭയങ്കര തിരക്കാണ്. ഞങ്ങളിപ്പോൾ നാളെ പോയി ട്രൈ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതേമാതിരി വാവ് എന്നൊന്നും പറയാൻ ഗുഡ് ഫീലിംഗ് ഗുഡ്, കുഴപ്പമൊന്നുമില്ല. ഒന്നൊക്കെ ട്രൈ ചെയ്തൊക്കെ ടേസ്റ്റ് നോക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ റൊമാൻസിലും മന്തിയും അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഇതേമാതിരി ഞങ്ങളിപ്പോൾ ആദ്യമൊന്നും ഞങ്ങൾ ഇറക്കി വന്ന് കഴിക്കലുണ്ട്. മട്ടൻ മന്തിയൊക്കെ കഴിക്കാൻ പൂതിയാകുമ്പോൾ ഇങ്ങനെ വരും. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ മട്ടൻ മന്തിക്കാണെങ്കിൽ, ചിക്കൻ മന്തിക്കാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റ് ആട്ടോ. മട്ടന് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ നേരെ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലടി ഇല്ല. ഞാൻ ഏതായാലും അവിടെ വീട്ടിലെത്തിയിട്ട് കേട്ടോ.